بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الله سبحانه وتعالى നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളെയും നമ്മളിൽ നിന്നും കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ അമലുകൾ ചെയ്യാനും അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും അവന്റെ പൊരുത്തത്തിലായി തന്നെ അവങ്കിലേക്ക് മടങ്ങാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ അവസാന നാളുകളിൽ വലിയ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫ് അനുഷ്ഠിക്കുകയാണ്. രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തുകളിൽ പരമാവധി നമ്മളൊക്കെ മുഴുകുകയാണ്. ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്, മാനസികമായ നിലയിലുള്ള മടിയും അലസതയും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സാധാരണയാണ്, സഹജമാണ്. മടിയുണ്ടാകണം, അലസത ഉണ്ടാകാം, ക്ഷീണം ഉണ്ടാകാം, ഉറക്കമുണ്ടാകാം. അതുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ മനുഷ്യരായി വിളിക്കുന്നത്, മനുഷ്യനെന്ന് വിളിക്കുന്നത്. ഇതൊന്നുമില്ലാത്തവർ മലക്കുകളാണ്. മലക്കുകൾക്ക് എപ്പോഴും ഇബാദത്ത് തന്നെയാണ് ജോലി. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരെപ്പോഴും ഇബാദത്തിൽ തന്നെ, അനുസരണയിൽ തന്നെ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞ എല്ലാ എതിർ ഘടകങ്ങളും ഉണ്ട്. ക്ഷീണമുണ്ട്, മടിയുണ്ട്, അലസതയുണ്ട്, ജോലി തിരക്കുണ്ട്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലമുണ്ട്. മലക്കുകൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് പ്രതിഫല വാഗ്ദാനങ്ങളൊന്നുമില്ല. പ്രതിഫല വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമാണ്. കാരണം രണ്ടിനും സ്വാതന്ത്ര്യം കൊടുത്ത സൃഷ്ടിജാലങ്ങൾ അവർ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അമൽ ചെയ്യാം, വേണമെങ്കിൽ അമൽ ചെയ്യാതിരിക്കാം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫലിയുമിൻ വമൻ ശാഅ ഫലിയക്ഫുർ. അള്ളാഹുവിൽ നിന്നുള്ള ഹക്കായ ഉപദേശത്തെ, കൽപ്പനകളെ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുക, പറഞ്ഞു തരിക, വിശദീകരിച്ചു തരിക. ഫമൻ ശാഅ ഫലിയുമിൻ, വേണമെങ്കിൽ വിശ്വസിക്കാം, ഉൾക്കൊള്ളാം, അനുസരിക്കാം, അംഗീകരിക്കാം. വമൻ ശാഅ ഫലിയക്ഫുർ, വേണമെങ്കിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്യാം, അവിശ്വസിക്കുകയും ചെയ്യാം, അനുസരിക്കാതിരിക്കാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമുള്ളവരായ മനുഷ്യർ അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആഖിറത്തിൽ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ത്യാഗത്തോടുകൂടി ചെയ്യുന്ന അമലുകൾക്കാണ് അള്ളാഹു തആല പ്രതിഫലം നൽകുന്നത്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് കുറച്ചു ദിവസം ഇഅ്തികാഫിരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അഥവാ നമ്മുടെ വീടും കൂടും ജോലിയും മറ്റുമൊക്കെ വിട്ടിട്ട് അള്ളാഹുവിന്റെ വീട്ടിൽ വന്നിരിക്കാൻ കൽപ്പിക്കുന്നു. രാത്രി കുറച്ച് സമയം ഉറക്കമൊഴിയാൻ കൽപ്പിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കർമ്മമായി നമുക്ക് തോന്നുന്നു, ഒരു ഭാരമായി നമുക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ 2-3 സൂറത്തുകൾ ഓതി കേട്ടു. സൂറത്ത് ഫാത്തിർ, സൂറത്ത് യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്. ഇതൊക്കെ നമ്മൾ ഓതി കേട്ട അധ്യായങ്ങളാണ്, സൂറത്തുകൾ. ഈ സൂറത്തുകളിലൊക്കെ അല്ലാഹു പിന്നെയും പിന്നെയും ആവർത്തിച്ച് പഴയകാല നബിമാരുടെ ചരിത്രങ്ങൾ പറയും. ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചു, ഒരു സൂറത്തിനകത്ത് അല്ലാഹു പറഞ്ഞ് തീർന്ന് അടുത്ത സൂറത്ത് തുടങ്ങുമ്പോൾ അതേ വിഷയം തന്നെ തുടങ്ങും. അതേ നബിമാരെ തന്നെ മാറി മാറി വീണ്ടും വീണ്ടും പറയാം. ഇങ്ങനെ അള്ളാഹു ആവർത്തിച്ച് നബിമാരുടെ സംഭവങ്ങളും ചരിത്രങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്?
23 റക്അത്ത് നിസ്കരിച്ച് ക്ഷീണം ബാധിച്ചിട്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ച അവസാന സന്ദർഭത്തിൽ വീണ്ടും ഉറങ്ങാതെ എണീച്ചു നിന്ന് 3 ജുസ് ഓതി 8 റക്അത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഖിയാമുൽ ലൈൽ കൈകെട്ടുക. ഇതൊരു വലിയ ഭാരമാണ്. ഞങ്ങളെന്തോ ഒരു വലിയ അമൽ ചെയ്തു എന്നൊക്കെ വിചാരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് നബിമാരുടെ സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഓതി കേൾപ്പിക്കുകയാണ്. للبث في بطنه إلى يوم يبعثون فلولا أنه كان من المسبحين. യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. നമ്മളിപ്പോ ലാസ്റ്റ് റക്അത്തിൽ ഒരു സ്വിച്ച് ഓഫ് ആക്കി, ലൈറ്റ് ഓഫ് ആക്കി അല്ലേ? വിത്ർ നിസ്കരിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കി. ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് ഒരു സെക്കൻഡ് എനിക്ക് തന്നെ എന്തോ മൈൻഡിങ്ങിനായി പോയി. നമ്മൾ എവിടെ ഉള്ളത്? കറണ്ട് പോയി, ലൈറ്റ് പോയി, വെളിച്ചം പോയി, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊന്നും കാണാൻ കഴിയാണ്ടായി പോയി. ഒരു സെക്കൻഡ് നേരത്തേക്ക് ലൈറ്റ് ഓഫാക്കിയതാണ്, ലൈറ്റ് പോയതല്ല. ഒരു സെക്കൻഡ് സമയത്തേക്ക് ഇരുട്ട് വന്നപ്പോ നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടി, ബേജാറായി. പ്രിയപ്പെട്ടവരെ, യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് അള്ളാഹു പറയാണ്, ചെറിയ ഒരു കൽപ്പന, ചെറിയ ഒരു അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പിഴവ് പറ്റും. യൂനുസ് അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ചെറിയൊരു അബദ്ധം പറ്റും. അനുസരണക്കേടെന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളുടെ ശറയ്യായ ഭാഷയിൽ പറഞ്ഞാൽ ഇജ്തിഹാദിൽ പിഴവ് വന്നു, അതിന് കൂലിയുണ്ടല്ലോ, അതിന് തെറ്റൊന്നുമില്ല. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചെറിയ ഒരു പാളിച്ച സംഭവിച്ചപ്പോൾ ആ പാളിച്ചയ്ക്ക് ഉടനടി അള്ളാഹു പരീക്ഷണം നൽകി. ശിക്ഷ നൽകിയെന്നല്ല, പരീക്ഷണം നൽകി. അത് പഠിപ്പിക്കാനാണ്, തിരുത്താനാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ അള്ളാഹു കൊണ്ടുപോയി കുടുക്കി. അതിന്റെ ഉള്ളിൽ എത്രയോ ആളുകൾ കടന്നു. മത്സ്യത്തിന്റെ ഉള്ളിൽ, ആഴിക്കടലിൽ, കടലിന്റെ ഉള്ളിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹു പറയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. എങ്ങാനും യൂനുസ് അലൈഹിസ്സലാം ഇങ്ങനെ ഒരു തസ്ബീഹ് ചെയ്തിരുന്നില്ല എങ്കിൽ. എങ്ങനെയാണ് തസ്ബീഹ്? എന്ത് തസ്ബീഹാണ്? നമ്മളൊക്കെ സാധാരണഗതിയിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അധികരിപ്പിക്കാറുണ്ട്. അധികരിപ്പിക്കണം, ഹദീസിലുണ്ട്. എല്ലാവരും പറയണം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ആ ദിക്ർ പറയണമെന്ന് ചില ഹദീസുകളിൽ കാണാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. രോഗിയായി കിടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇനി സുഖപ്പെടാൻ സാധ്യതയില്ലെന്ന് തോന്നുന്ന രോഗികൾ, അവരോട് ഈ ദിക്ർ പറയാൻ വേണ്ടിയിട്ട് ഉപദേശിക്കണം. അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോയാൽ ആ കുടുങ്ങിയതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗമായിട്ടാണ് ഈ ദിക്റിനെ അള്ളാഹു നമുക്ക് ചരിത്രത്തിലൂടെ പഠിപ്പിച്ചത്. എന്താ ഈ ദിക്റിന്റെ പൊരുള്? ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ, അതിന്റെ ആധിക്യവും അതിന്റെ വർധനവും അല്ല. ഈ അമല് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ അതിൽ നിന്നും എന്ത് ഉൾക്കൊള്ളുന്നു എന്നാണ്, എന്ത് മനസ്സിലാക്കുന്നത്. യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ഈ ദിക്ർ അദ്ദേഹം ഇത്രയും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ഖിയാമത്ത് നാൾ വരെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കുടുങ്ങി പോകുമായിരുന്നു, പുറത്തു വരാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു പുറത്തു കൊണ്ടുവന്നത്, രക്ഷപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ്? ഈ ദിക്ർ പറഞ്ഞത്. എന്താ ഈ ദിക്ർ? എന്താ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ ദിക്ർ? ദിക്റിന്റെ പൊരുളെന്താ? പ്രിയപ്പെട്ടവരെ, അതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കേണ്ടതുപോലെ, അനുസരിക്കേണ്ടതുപോലെ, നടക്കേണ്ടതുപോലെ നടക്കുന്ന വിഷയത്തിൽ എനിക്കൊരബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി, ഒരു പിഴവ് സംഭവിച്ചു. പിഴവ് സംഭവിച്ചാൽ ആദ്യമായി അടിമ ചെയ്യേണ്ടത് ആ പിഴവിനെ അവൻ അംഗീകരിക്കണമെന്നുള്ളതാണ്, സമ്മതിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം തസ്ബീഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ആദ്യമായി ഒരടിമ ഇരിക്കുന്ന നമ്മളെല്ലാവരും എന്തിനാണ് പള്ളിയിലേക്ക് വന്നത്, ഇത്തിക്കാഫിന് വന്നത്? ഇത്തിക്കാഫിന് വന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു.
ആ ഓട്ടത്തിൽ പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെട്ടു. പടച്ചവന്റെ നിയമങ്ങളും അവന്റെ കൽപ്പനകളും അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്ക് വലിയ അപാകതകളുണ്ടായി, അബദ്ധങ്ങളുണ്ടായി. ഇപ്പൊ നമ്മുടെ ഉസ്താദ് ഖുനൂത്ത് ഓതിയപ്പോൾ അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞില്ല, 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട്. എന്ത് നമ്മൾ മനസ്സിലാക്കി? അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാം. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഹലാലാക്കിയത് കൊണ്ട് മാത്രം മതിയാക്കി അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും മാറിയിട്ട് നീ ഹലാലാക്കിയത് പോരാ, നീ ഹറാമാക്കിയതും കൂടെ വേണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അള്ളിപ്പറിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ എന്റെ ആശയം? നീ ഹലാലാക്കിയത് കൊണ്ട് മാത്രം മതിയാക്കി സൂക്ഷിച്ച് ജീവിക്കേണ്ടവനായിരുന്നു ഞാൻ. പക്ഷെ എന്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കത് നടന്നില്ല, സാധിച്ചില്ല. നീ ഹലാലാക്കിയത് കൊണ്ട് മാത്രം മതിയാവൂല എന്ന് വിചാരിച്ചെന്ന് തെറ്റിദ്ധരിച്ച് നീ ഹറാമാക്കിയതിലേക്കും കൂടെ ഞാൻ പോയി. സമ്പാദ്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും, പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും, കൂട്ടുകെട്ടിന്റെ കാര്യത്തിലായിരുന്നാലും, ജീവിത രീതിയുടെ കാര്യത്തിലായിരുന്നാലും നീ ഹലാലാക്കിയ ആ വൃത്തത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന് ജീവിക്കണമായിരുന്നു ഞാൻ. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തടത്തും ഞാൻ പോയി പഠിച്ചവൻ, അല്ലെ? നീ ഇഷ്ടപ്പെടാത്തടത്തും ഞാൻ പോയി, നീ പാടില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ പോയി. അതുകൊണ്ട് ഇനി മുതൽ അല്ലാഹുവേ, നീ ഹലാലാക്കിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് മതിയാക്കാൻ തൗഫീഖ് തരണേ. ഇനി അങ്ങോട്ട് ഞങ്ങൾ നോമ്പെടുത്തു, തറാവീഹ് നിസ്കരിച്ചു, തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്തു, ഇഅ്തികാഫിരുന്നു. ഞങ്ങൾ അല്ലാഹുവേ, ഇനി മുതൽക്ക് അങ്ങോട്ട് നീ ഹലാലാക്കിയത് കൊണ്ട് മാത്രം മതിയാക്കി ജീവിക്കുന്നവരാകണമേ എന്ന് ദുആ ചെയ്യുക. ഇനി ഹറാമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതേ. വഅഖ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക്. നീ അല്ലാത്തവരിൽ നിന്നും, നീ അല്ലാത്തവരുടെ ഔദാര്യത്തിന് വേണ്ടി അവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതിൽ നിന്നും, നീ അല്ലാത്തവരുടെ ഔദാര്യത്തിന് വേണ്ടി അവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതിൽ നിന്നും നിന്റെ ഫضل കൊണ്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചോനെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീ അല്ലാത്ത ആരുടെ മുമ്പിൽ പോയി കൈനീട്ടാനോ തലകുനിക്കാനോ അവശത പറയാനോ വിധിയാക്കരുതേ റബ്ബേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അതിന്റെ അർത്ഥം, നമ്മൾ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്കൊരു വഴി തുറന്നു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയിൽ നിന്നും നമുക്ക് അബദ്ധം സംഭവിച്ചാൽ, തെറ്റ് സംഭവിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാണ് വേണ്ടത്. എനിക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാണ് വേണ്ടത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവര് രണ്ടുപേരും പറഞ്ഞു. ആരാ രണ്ടുപേര്? ഖാല എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും പറഞ്ഞു. ആരാ രണ്ടുപേര്? ആരാ? ആദം അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും ഒന്നിച്ചു പറഞ്ഞു. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല, പറഞ്ഞു എന്നാണ് വാക്കർത്ഥമെങ്കിലും പറഞ്ഞു എന്നല്ല. അവര് ബോധ്യപ്പെട്ടു, അവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? റബ്ബനാ ബലംനാ അൻഫുസനാ, ഞങ്ങള് പറയുന്നത് കേട്ട് അനുസരിക്കുന്ന വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി. സംഗതി ഭാര്യ പ്രേരിപ്പിച്ചപ്പോൾ, നിർബന്ധിച്ചപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി വഴങ്ങിയിട്ട് ഞാൻ നിന്നുകൊടുത്തതാണ്. ഭാര്യ പറയാണ്, ഞാൻ പിശാചിങ്ങനെ എന്നെ ഉപദേശിച്ചപ്പോൾ ആ ഉപദേശത്തിൽ പെട്ടുപോയിട്ട് ഞാൻ ഭർത്താവിനെ നിർബന്ധിച്ചതാണ്. രണ്ടുപേരും റബ്ബനാ ബലംനാ, ഞങ്ങൾക്ക് പറ്റിപ്പോയി, സംഭവിച്ചു പോയി എന്ന് സമ്മതിച്ചു. അതാണ് ആദ്യത്തെ സംഗതി. നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് അതാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടില്ലാത്ത ഒരു വഴിയിൽ സഞ്ചരിക്കുകയായിരുന്നു, പാടില്ലാത്ത ഒരു വഴിയിൽ നടക്കുകയായിരുന്നു. എവിടുന്നോ എങ്ങനെയോ നമുക്ക് ബോധ്യമായി ഇത് പോകുന്നത് തെറ്റായ വഴിയിലേക്കാണ്. വടകരക്കാരന് വടകര പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങി മെയിൻ റോഡിൽ പോയിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം കാട്ടാമ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് കണ്ടാൽ നമ്മൾ എന്ത് പറയും? സഹോദര, ഒന്ന് നിർത്തണം. എവിടെയാ പോകേണ്ടത്? വടകരയല്ലേ? ഇത് വടകരയുടെ നേരെ എതിര് വഴിയാണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? എന്താ ചെയ്യാൻ? നമ്മളെന്താ പറയുക? എന്നെ ഞാൻ പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ഡോക്ടറാണ്, എനിക്ക് GPS അറിയാം, എനിക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യാൻ അറിയാം, എനിക്ക് മലയാളം അറിയാം, ഞാൻ കേരളത്തിൽ തന്നെ പറഞ്ഞതാണ്, ഞാൻ നാട്ടുകാരനാണ്, എന്നെ നീ ബലിങ്ങനെ പഠിപ്പിക്കാനൊന്നും വേണ്ട. ഒരു കൊച്ചു കരുത്ത്, നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? അങ്ങനെയാണ്. കാന്താരി പോലത്തെ നീ ഇത്ര അറിവുള്ള എന്നോട് വണ്ടി കൈകാണിച്ച് നിർത്തിയിട്ട് അങ്ങോട്ടല്ല പോണ്ടത് ഇങ്ങോട്ടാ പോണ്ടതെന്ന് പറയാനും മാത്രം നീ ആരാണ്? ഇതല്ലേ നമ്മുടെ ഒക്കെ മനോഭാവം? നമ്മുടെ ഒക്കെ മനോഭാവം അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തണ്ടോടുകൂടി
ആരായിക്കോട്ടെ, വഴി കാണിച്ചു തന്നവൻ, വഴി പറഞ്ഞു തന്നവൻ, നീ നടക്കുന്നത് തെറ്റായ ദിശയിലേക്കാണ് എന്ന് ചൂണ്ടിക്കാണിച്ചവൻ, കൊച്ചു കുട്ടിയാകട്ടെ, നിന്നെക്കാളും താണവനാകട്ടെ, അറിവില്ലാത്തവനാകട്ടെ, പറഞ്ഞു തന്നപ്പോ ആദ്യം നീ എന്താ വേണ്ടത്? നീ ബുദ്ധിമാനാണെങ്കിൽ, നീ മാന്യനാണെങ്കിൽ, നീ മര്യാദക്കാരനാണെങ്കിൽ വേണ്ടത് അവിടെ നിൽക്കണം. ആദ്യം അവിടെ നിർത്തണം. നിർത്തിട്ടോ തിരിക്കണം, വണ്ടി തിരിയണം. എന്നിട്ട് ഇനി ഏതാണ് പുതിയ വഴി, നല്ല വഴി എന്ന് ബോധ്യപ്പെടണം. ആ വഴിയിൽ നടക്കണം. അതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ, താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്, മടക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാൽ യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. അല്ലാഹു പറയാം, ചെയ്യാൻ പാടില്ലാത്ത സംഗതി ചെയ്തു പോയാൽ അവൻ പാപകരമായ ഒരു മുനമ്പിൽ ചെന്നെത്തും. അവൻ തെറ്റിനെയും അതിന്റെ ദുരന്ത ഫലത്തെയും കണ്ടുമുട്ടും. ഖിയാമത്തിന്റെ ദിവസത്തിൽ അവന് ഭയങ്കരമായ ശിക്ഷകൾ അല്ലാഹു ഇരട്ടിയാക്കി കൊടുക്കും. അതാ ഖിയാമത്ത് നാളിൽ ഇരട്ടിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞത്, ചിലപ്പോ പാപം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവന് വലിയ ശിക്ഷ ഒന്നും കിട്ടുന്നതായി നമ്മൾ കാണൂല. അങ്ങനല്ലേ? പാപം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിലപ്പോൾ അവന് വലിയ ശിക്ഷ കിട്ടുന്നതായി നമ്മൾ കണ്ടെന്നു വരികയില്ല. അവൻ സുഖമായി ജീവിക്കുന്നു, അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, 5 നേരം പള്ളിയിൽ പോവുകയും കൃത്യമായി നോമ്പെടുക്കുകയും ദിക്ർ സലാത്ത് ദുആയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന പാവപ്പെട്ടവന് എന്നും കുന്നു രോഗം, എന്നും കുന്നും കടവും കഷ്ടപ്പാടും, എന്നും കുന്നും പ്രയാസവും പ്രാരാബ്ദവും. ഇതൊന്നുമില്ലാതെ രാവിലെ എഴുന്നേൽക്കുന്നു, കറങ്ങി നടക്കുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ടെൻഷനും വിഷമവും ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയം അവൻ 1-2 പെഗ് അടിക്കുന്നു. അതോടുകൂടി അവൻ സ്വർഗ ജീവിതം നയിക്കുന്നു. അവനൊരു പ്രശ്നവും ഇല്ല, വളരെ സുഖം. നമ്മൾ അല്ലാഹു പറയാം, ചിലപ്പോൾ അനിയന്ത്രിതമായ നിലയിൽ അടിച്ചു പൊളിച്ച് അനുസരണക്കേടോടുകൂടി ഇവിടെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടുന്ന് അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ചിലപ്പോൾ ഞങ്ങളുടെ മലയാള ഭാഷയിൽ തെന്നങ്കള്ളത്തിൽ പറയാറുണ്ട്, പന്നനെ പന പോലെ വളർത്തുന്നു. അങ്ങനെയുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോ ആ ഭാഷ? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, പന്നനെ പന പോലെ വളർത്തുന്നു. ചിലപ്പോൾ വൃത്തികേടുകൾ കാണിക്കുന്നവനെ ആ വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ അഴിച്ചു വിട്ടുകൊടുക്കും. അത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പന്നനെ പല പോലെ വളർത്തുമെന്നാണെങ്കിൽ ഖുർആന്റെ ഭാഷയിൽ അള്ളാഹു പറഞ്ഞ വാക്കാണ്. ഞങ്ങളിങ്ങനെ അർത്ഥം വെച്ചേ ഉള്ളൂ. ചൂണ്ടൽ പ്രയോഗം നടത്തും. ചൂണ്ടയിടുമ്പോൾ ആളുകൾ എന്താ പറയാ, എത്ര നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണ്ടാമ്പള്ളി പാലത്തിലും വളവട്ടം പാലത്തിലും ഒക്കെ ഈ പാതിരാത്രിക്ക് ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് കണ്ടിട്ടില്ല. ഒഴുകുന്ന വെള്ളത്തിൽ, നിലയില്ലാ കയത്തിൽ, അത്താഴമില്ലാതെ, സഹറില്ലാതെ, മുത്താഴമില്ലാതെ അലഞ്ഞു തിരിയുന്ന കുറെ മീനുകൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ നാട്ടുകാരായ ഉദാരമതികൾ അവരുടെ കയ്യിലെ സഞ്ചി ബക്കറ്റും ഒക്കെ അവിടെ നിന്ന് നിൽക്കുക. ഒരു കൊളുത്തിനകത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇര കൊളുത്തിയിട്ട് ഇട്ടുകൊടുക്കുക. ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിൽ വന്നതാണ് അല്ലേ? കാണുന്ന ആളുകൾക്ക് ഈ പുഴയിൽ ഒഴുകി നടക്കുന്ന മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുക. ആർത്തിയോടുകൂടി പാവം മത്സ്യം ഇതറിയാതെ ആരോ ഒരു നല്ല മനസ്സ് നമുക്ക് ഭക്ഷണം തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് അവന്റെ ചൂണ്ടയിൽ ഒന്ന് കൊളുത്തിയാൽ മേലെ നിൽക്കുന്ന ഉപ്പാപ്പാക്ക് സഹോദരൻ നിക്കാക്കൊക്കെ വേറെ സന്തോഷമായി, മോനെ കഴിച്ചോ, അല്ലെങ്കിൽ അഴിച്ചഴിച്ചു വിട്ടുകൊടുക്കും. ഇങ്ങനെ അഴിച്ച് അള്ളാഹു പറയാണ്, ആ കൊത്തുന്ന പാപത്തിന് മനസ്സിലാകാത്തത് പോലെ ചൂണ്ടക്കാരൻ ഇങ്ങനെ നീട്ടി കൊടുക്കുന്നത് പോലെ ഞാനും അവനിങ്ങനെ നീട്ടി കൊടുക്കും. അള്ളാഹു പറയും, മനസ്സിലാക്കാൻ ഞാൻ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്, സാവകാശം കൊടുക്കുകയാണ്.
ഞാൻ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്, സാവകാശം ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന കൈദി മതീൻ. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ പൊട്ടനായതുകൊണ്ടാ അല്ലെങ്കിൽ ഇതൊന്നും കാണാത്തത് കൊണ്ടാ. വല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകളൊന്നും അല്ലാഹു കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. പിന്നെയോ ഇന്ന കൈദി മതീൻ. നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ, എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാൽ, എന്നെ കെണിക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാളും വലിയ കെണിയും പറ്റിക്കലും ഒക്കെ എനിക്കറിയാം എന്ന് അല്ലാഹു പറയാം. അതിനെക്കാട്ടി വലുത് എനിക്കറിയാം. എന്നോട് കളിച്ചാലും ഒന്നും ജയിക്കാറേ ഇല്ല, എന്നോട് ആരും കളിച്ച് ജയിക്കാറേ ഇല്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ ഇങ്ങനെ സാധാരണ പ്രസംഗിക്കുമ്പോൾ അധികവും പട്ടിണിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, പട്ടിണി കഷ്ടപ്പാട്. അപ്പൊ ഇപ്രാവശ്യം കാമ്പസാറിൽ പോയപ്പോഴും അധിക ദിവസങ്ങളെല്ലാം ഇങ്ങനെ പട്ടിണി കഷ്ടപ്പാട്, പട്ടിണി കഷ്ടപ്പാട്. ഒരു സഹോദരൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നാലും അത് പറയണില്ലായിരുന്നു, കരഞ്ഞു 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 കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോയി, ഇനി അത് പറയണ്ട, പട്ടിണി കഷ്ടപ്പാട് പറയണം. അടുത്ത ദിവസം ആ സഹോദരനടക്കം എല്ലാവർക്കും മറുപടി ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഒരു മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അധികവും ദാരിദ്ര്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, ദാരിദ്ര്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, പട്ടിണിയെ കുറിച്ച് പ്രസംഗിച്ചു, വിശപ്പിനെ കുറിച്ച് പ്രസംഗിച്ചു. നമ്മൾ സത്യത്തിൽ അതൊക്കെ എന്തിനാ പ്രസംഗിക്കുന്നത്? അതൊക്കെയാണ് മനുഷ്യനെ അല്പമെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഗതി. അതുകൊണ്ടാണ് പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടും വിഷമവും രോഗവും ഒക്കെ കുറിച്ച് പറയുമ്പോഴാണ് മനസ്സിനൊരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത്. ശിഷ്യന്മാർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എപ്പോ നോക്കിയാലും ഇങ്ങനെ പട്ടിണി കഷ്ടപ്പാട്, പട്ടിണി കഷ്ടപ്പാട്, വേറെ ഒന്നും ഇല്ലേ വിഷയം, വേറെ പുതിയ ടോപ്പിക് ഒന്നും ഇല്ലേ, എപ്പോഴും കഷ്ടപ്പാട് ഇതെന്നെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, സഹോദര ഞാൻ അത് തന്നെ പറയും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അക്രമികളിൽ ഏറ്റവും വലിയ അക്രമിയായ ഫിറഔന് ഒരു പ്രാവശ്യമെങ്കിലും പട്ടിണി വന്നായിരുന്നെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ ഫിറൗൻ ആവുമായിരുന്നില്ല. അവന് പട്ടിണി വരാത്തത് കൊണ്ടാണ് അവൻ ഫിറൗനായത്. ഒരു നേരം ഭക്ഷണം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നേരം എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട്, ഒരു തലവേദനയോ പല്ലുവേദനയോ മറ്റോ വന്നിട്ട്, വയറ്റിന്ന് പോകാതെ വയറുവേദന വന്നിട്ട്, മൂത്രം പോകാതെ മൂത്രച്ചുടിച്ചിലുണ്ടായിട്ട് വേദന അനുഭവിച്ചായിരുന്നെങ്കിൽ, ഒറ്റ പ്രാവശ്യം വന്നായിരുന്നെങ്കിൽ ഫിറഔൻ ഒരിക്കലും ഞാൻ റബ്ബാണെന്ന് പറയുമായിരുന്നില്ല. ശരിയല്ലേ? ശരിയാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ തിരുത്തലുകൾക്കുള്ള അവസരം അള്ളാഹു കൊടുക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഓതി കിട്ടുന്നത്, ഞാൻ നമ്മൾ ഓതിയില്ലേ, മടങ്ങി വരാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര സ്പീഡിൽ കൂടിയ കാറിനകത്ത് ഇങ്ങനെ പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? ഞാനൊരു ദിവസം യാത്ര പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ബുദ്ധിമാനായി, വലിയ വിവരകാലിയായി അറിയപ്പെടുന്ന ഒരു കക്ഷിയുണ്ട് നമ്മുടെ വീട്ടിൽ. തമാശയാണ്, കാര്യമാണ്, നടന്ന സംഭവം. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അദ്ദേഹം ഇനി എങ്ങോട്ടാ പോയി, അതിന്റെ സ്ഥലത്തേക്കാണ്. ഞാൻ അങ്ങോട്ട്, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ട്, ഞാൻ കുറച്ച് നേരത്തെ പോകണം. അദ്ദേഹത്തിന്റെ ട്രെയിൻ കുറെ മുമ്പാണ്, എന്റെ ട്രെയിൻ കുറച്ച് ശേഷമാണ്. അപ്പൊ എന്നോട് കുറെ ഉപദേശം നടത്തി, ഈ പോകുമ്പോ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ബാക്കിൽ പോയി കയറിയാൽ കുറച്ച് തിരക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയി കയറണം. കാരണം ട്രെയിൻ യാത്ര ഞാൻ തുടങ്ങിയിട്ട് 32-34 വർഷമായി. എന്നോട് ഇങ്ങനെ പറയാം, 34 വർഷമായി എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. എന്നൊക്കെ ഇങ്ങനെ കുറെ ഉപദേശമൊക്കെ കേട്ട് ഞാൻ തലയാട്ടി. ബഹുമാനിക്കപ്പെട്ട എന്റെ കുടുംബത്തിലെ അംഗമല്ലേ, തിരിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പൊതുവെ എന്നെ കുറിച്ച് നിങ്ങൾ അറിയാലോ, ഞാൻ അവസാന സമയത്താണ് പ്ലാറ്റ്ഫോമിൽ എത്തുക. അത് എയറോപ്ലെയിനിലാണെങ്കിലും ശരി, അവസാന സമയത്ത്. ഞാൻ അങ്ങനെ അവസാന സമയത്ത് ഓടി പടച്ച് പ്ലാറ്റ്ഫോമിൽ പോയി എന്റെ ട്രെയിനിൽ കയറാൻ പോയപ്പോ അദ്ദേഹം പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ്, എനിക്ക് പോകേണ്ടത് മംഗലാപുരം ഭാഗത്തേക്കാണ്. ഞാൻ പോയി ട്രെയിനിൽ കയറാൻ എന്നെ വിളിക്കും. ഞാൻ ഇതിലെന്താ നിങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ഇതിലല്ലേ ഇരിക്കേണ്ടത്, ഞാൻ ഇരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഞാൻ ഇതിലല്ലേ ഇരിക്കുന്നത്. ഞാൻ അല്ല, ഇത് എന്റെ വണ്ടിയാ, മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഞാനെല്ലാം നോക്കി ഇറങ്ങി ആലോചിച്ചിട്ട് ബോർഡൊക്കെ നോക്കിയിട്ട് എന്ത് ആലോചിച്ചാലും വണ്ടി ഇപ്പൊ വിടും, ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കും. ഇത് മംഗലാപുരത്തേക്ക് എനിക്ക് പോകാനുള്ള വണ്ടിയാണ്, നിങ്ങളുടെ കോഴിക്കോട്ടേക്ക് പോകേണ്ട വണ്ടിയാണ്. സംഗതി തമാശയല്ല, കാര്യമാണ്. വലിയ എളുപ്പമല്ല, എളുപ്പം ഭയങ്കര അറിവാളിയായിട്ട് ഈ പറയുന്ന ഞാനും ചിലപ്പോൾ എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കും. ഉപദേശമൊക്കെ കൊടുത്തിട്ട് പോയി കാത്തു നിൽക്കുമ്പോ ഇപ്പം വരേണ്ട വണ്ടി പിന്നീട് വന്നെന്ന് വിചാരിച്ചു നമ്മൾ അറിയാതെ ഓടിയൊക്കെ കയറും. ആരും അറിയാതെ നാണക്കേട് തിരിച്ചറിയുമ്പോൾ പതുക്കെ ഇറങ്ങും. ഇറങ്ങിയാ നല്ലത് അല്ലേ? ഇറങ്ങാതെ ഞാനിങ്ങനെ അബദ്ധം മറച്ചു വെക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ജാള്യത ഒളിച്ചു പിടിച്ചുകൊണ്ട് നിന്നാലോ ഇടയ്ക്കിലും എത്തിപ്പോവും. ഇതൊക്കെ അനുഭവമല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അനുഭവമല്ലേ പ്രിയപ്പെട്ടവരെ? ഖുർആൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് സമ്മതിക്കലാണ്.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് സമ്മതിക്കാം. തെറ്റിപ്പോയി എന്നറിഞ്ഞാൽ അത് സമ്മതിക്കണം. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? തിരിക്കണം. അവിടുന്ന് തന്നെ ഇങ്ങോട്ട് തിരിക്കണം. തിരിച്ചിട്ട് ഇനി ഏതാണ് പുതിയ വഴി എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ട് ആ വഴിയിൽ നടക്കണം. ഇത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായും ആചരിക്കേണ്ട ഒരു കാര്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ച, അതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളെ തിരിച്ചറിഞ്ഞപ്പോൾ അത് മതിയാക്കി. അവിടെ കൊണ്ട് നമ്മൾ നിർത്തി തിരിച്ചു നടന്നു. ഇനി നടക്കേണ്ടത് എങ്ങോട്ടാണ് എന്ന് ബോധ്യപ്പെടുകയും നേരായ വഴിയിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത് ആ നിലയിലാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും യൂനുസ് അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമുക്ക് ക്ഷീണമുണ്ട്, വിഷമമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഉള്ളതിനോടുകൂടി കുറച്ച് ക്ഷമിച്ച് സഹിച്ച് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതിലൊക്കെ പ്രതിഫലം കിട്ടും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. നമ്മളോട് അള്ളാഹു തന്നിരിക്കുന്ന കൽപ്പനകൾ നമുക്കതൊരു വലിയ ഭാരമായി തോന്നിയാലും വളരെ ചെറിയ നിസ്സാരമായ കൽപ്പനകൾ മാത്രമല്ലേ ഉള്ളൂ. എന്താ നമുക്ക് ആകെ ഉള്ളത്? 10 ദിവസം ഇത്തിക്കാഫിരിക്കണം, അതില് രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിയണം, കുറച്ച് കൂടുതൽ നിസ്കരിക്കണം, കുറച്ച് കൂടുതൽ ദിക്റുകൾ, ദുആകൾ, ഇബാദത്തുകളൊക്കെ അനുഷ്ഠിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓദിക്കേണ്ട ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും മകന്റെയും ചരിത്രം പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും മകന്റെയും ചരിത്രം. ഞാൻ ആ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ചിന്തിച്ചത്. പടച്ചവനെ, നിസ്കരിക്കാൻ നിന്നപ്പോ ഉറക്കം വരുമോ? ക്ഷീണം വരും. നമ്മൾ പക്ഷേ വലിയ ഇബാദത്തുള്ളവരാണെന്ന ധാരണയോടുകൂടിയാണ് നിൽക്കുന്നത്. വലിയ ഇബാദത്ത് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഉസ്താദ് വലിയ ഇബാദത്ത്. പടച്ചവൻ ഇങ്ങനെ വീണ്ടും ഓരോ നബിമാരുടെ ചരിത്രം പറഞ്ഞു തരുമ്പോ, എടോ, ഇവരൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്ത കർമ്മം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കൂ. അള്ളാഹ് പറയാം, ഇവരൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്ത കർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു വാപ്പ കുറെ കാലമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല. ഒരു വാപ്പ എന്ന് പറയാൻ പറ്റുമോ? മക്കളില്ലെങ്കിൽ കുറെ കാലമായി മക്കളില്ല. മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ആശിച്ചു, ആഗ്രഹിച്ചു, ദുആ ചെയ്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുറെ നേർച്ചയും നിലവറയൊക്കെ നടത്തി. അവസാനം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടാവുമ്പോഴുള്ള സന്തോഷത്തായിരിക്കും. കാത്തിരുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ആ ദമ്പതികളുടെ വാപ്പയുടെ മനസ്സിന്റെ സന്തോഷത്തായിരിക്കും. എത്ര വലിയ സന്തോഷം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك. നമ്മൾ ഓദിക്കേണ്ട ആയത്തിൽ അല്ലാഹു പറയാണ്, ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഇബ്രാഹിം എന്ന ഉപ്പാക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞ് വാപ്പയോടൊപ്പം ഓടി നടന്ന് കളിക്കാനും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപ്പാന്റെ ഒപ്പം പെരുമാറാനും സമയമായപ്പോൾ ഒരു ദിവസം രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ വാപ്പ മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ, ഞാനൊരു സ്വപ്നം കണ്ടു. അത് സാധാരണ സ്വപ്നമല്ല, നബിമാരുടെ സ്വപ്നമാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനയാണ്. നബിമാരുടെ സ്വപ്നം കണ്ടാൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനയാണ്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. എന്താ സ്വപ്നം കണ്ടത്? സാധാരണ നമ്മൾ രാത്രിയിൽ തിരക്കൊക്കെ കഴിഞ്ഞ് ഇത്തികാഫൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജോലി തിരക്കുകളിലെല്ലാം മാറി പെരുന്നാളിന്റെ സന്തോഷത്തിൽ ഭാര്യ മക്കളെല്ലാം കൂടിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാം, നമുക്കിപ്പോ 2-3 ദിവസം ലീവില്ലേ, എന്താ വേണ്ടിയത്? 2 ദിവസം ലീവില്ലേ, എന്താ വേണ്ടിയത്? ഒരു ടൂർ പോവാം, ബാംഗ്ലൂർ പോവാം, മൈസൂർ പോവാം, അങ്ങനെയല്ല നമ്മൾ ആലോചിക്കാം. ഇതുപോലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് വാപ്പ മോനെ വിളിച്ച് അനുസരിച്ചിട്ട് പറയാം, മോനെ, നമുക്കൊരു ടൂർ പോവാം. എവിടെയാ പോകും? ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ഞാൻ നിന്നെ അറക്കാൻ കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താ വേണ്ടിയത് എന്ന് ചോദിക്കുക. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. ഒന്ന് ആലോചിക്കും പ്രിയപ്പെട്ട. നമ്മളിങ്ങനെ പറയുമ്പോൾ ഭയങ്കര രസത്തിലൊക്കെ പറയാം. പിന്നെ ആരും വെറുപ്പ് വിചാരിക്കണ്ട. ഭക്ഷണം ആയില്ല, അതുകൊണ്ട് കുറെ സമയം കൂടി ഇരുത്തി പ്രസംഗിപ്പിക്കണേന്ന് എനിക്ക് കൊണ്ട് ഓർഡർ തന്നതുകൊണ്ടാണ് ഞാൻ നീട്ടുന്നത്. അല്ലെങ്കിൽ 10 മിനിറ്റ് നിർത്തുമായിരുന്നു. അതുകൊണ്ട് ആരും എന്നെ പ്രാകരുത്, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്.
മുഷിപ്പൊന്നുമില്ലല്ലോ അല്ലെ? മുഷിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാർഗമില്ലല്ലോ. എന്ത് വെച്ചുപോയി യൂനുസ് അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ടതുപോലെ നമ്മളിപ്പോ തൽക്കാലം ഇവിടെ പെട്ടുപോയില്ലേ? ഇവരൊക്കെ മാർഗം. അള്ളാഹു കുറച്ച് സമയം നല്ലത് പറഞ്ഞു കേട്ട് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റ് ഒരു വാപ്പ മോനെ വിളിച്ചിട്ട് പറയാ, ഞാൻ നിന്നെ അറുക്കണമെന്നാണ് കൽപ്പന. മോനെ, എന്താ നിന്റെ അഭിപ്രായം? അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടു. എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാം. മോൻ എന്തായിരിക്കും മറുപടി പറയാം? എന്തായിരിക്കും മറുപടി പറയാം? പാപ്പ ആലോചിച്ചു വേണം. ഇപ്പൊ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. മക്കളെ മുഖത്ത് നോക്കി കണ്ടുരട്ടിയാലേ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, പോസ്കോ ചുമത്തും. പാപ്പ എന്തേ പറയുന്നത്? മോനെ അറക്കാനാണ് അല്ലേ? മോന്റെ നേരെ കണ്ടുരുട്ടാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മോന് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അവനെ ശകാരിക്കാൻ പറ്റൂല, വടിയെടുത്ത് അടിക്കാൻ പറ്റൂല. ശകാരിക്കുന്ന വാപ്പയെ അകത്താക്കാൻ ഇവിടെ വകുപ്പുണ്ട്. ഈ തോന്നിയവാസം ചെയ്ത മോനെ തിരുത്താൻ നിയമമൊന്നുമില്ല. അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്ന വിചിത്ര ലോകം? അത് നമ്മുടെ വിവരക്കേടുകൊണ്ടും കുരുത്തക്കേടുകൊണ്ടും പടച്ചുണ്ടാക്കിയ ഒരു ലോകമായി. പ്രിയപ്പെട്ടവരെ, വാപ്പ ചോദിക്കാം, മോനെ നിന്നെ അറുക്കണമെന്ന് കൽപ്പന വന്നിരിക്കുന്നു, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അധികം ഒന്നും ആലോചിക്കുന്ന അവസാന കൈക്ക് മോൻ എന്താ പറയേണ്ടത്? ഞാൻ ഒന്ന് ഉമ്മാനോട് ആലോചിക്കട്ടെ എന്ന് പറയട്ടെ. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഞാൻ എന്റെ ചങ്ങായിമാരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് 2 ദിവസം കൊണ്ട് പറയും. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ആ നിമിഷത്തിൽ തന്നെ മകൻ പറഞ്ഞു, പാപ്പാ അങ്ങ് എന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? എന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? ഞാൻ ആ ആയത്ത് കേട്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടായി. കാരണം എന്താ അറിയില്ല, ഞാനിങ്ങനെ ഉറക്കം വന്നിങ്ങനെ വീഴാൻ പോകുമ്പോഴാണ് ഈ ആയത്ത് ഓതുന്നത്. പടച്ചോനെ, സംഗതി നമുക്ക് 20 പേർക്ക് 23 റക്അത്തിന്റെ ചെറിയ ഭാരമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ മുമ്പ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നടന്നുപോയ ഇബ്രാഹിം അലൈഹിസ്സലാമയും മകനും ഏത് ത്യാഗത്തോടു കൂടിയാണ് സ്വർഗം നേടാൻ ശ്രമിച്ചത്? ഏത് ത്യാഗത്തോടു കൂടിയാണ്? വാപ്പാനോട് മോൻ പറയാ, വാപ്പാ അങ്ങയോട് എന്താണോ കൽപ്പിച്ചത് അതുപോലെ ചെയ്തോളൂ എന്നല്ലാതെ എന്നോട് എന്തിനു ചോദിക്കുന്നു? ഒരിക്കലും വാപ്പ ഞാൻ കുരുത്തം കെട്ടവനാവൂല, അനുസരണം കെട്ടവനാവൂല. ഞാൻ വാപ്പാക്കെതിരെ ഒച്ച വെക്കൂല, കേസ് കൊടുക്കൂല, ഒന്നും പറയില്ല. ستجدني إن شاء الله من الصابرين. ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين وناديناه أن يا إبراهيم. വാപ്പയും മോനും 2 പേരും അനുസരണയോടുകൂടി കടന്നു കൊടുത്തപ്പോൾ, എവിടെ കടന്നു കൊടുത്തു? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ മൂർച്ചയുള്ള കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വാപ്പയുടെ മുമ്പിൽ മകൻ കടന്നു കൊടുത്തു. എവിടെ കിടക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിലാണ്. സ്വന്തം മകനെ അറക്കണമെന്ന് വാപ്പയോട് പറയുമ്പോൾ ആ വാപ്പയുടെ മനസ്സ് നമ്മൾ വായിക്കട്ടെ. അത് സാധിക്കുമോ? ഏതെങ്കിലും ഒരു വാപ്പയെ കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു വാപ്പയെ കൊണ്ട് പറ്റുമോ? പ്രിയപ്പെട്ടവർ, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായപ്പോൾ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി, എനിക്ക് എന്റെ റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും കിട്ടാൻ വേണ്ടി വന്നാൽ എന്റെ പ്രിയങ്കരനായ മകന്റെ കഴുത്തിൽ കത്തി വെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അനുസരണം പ്രകടിപ്പിച്ചു. ഫലമ്മാ അസ്ലമാ. മകനും അതുപോലെ തന്നെ. വാപ്പ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ എന്റെ ജീവനുള്ള കഴുത്ത് നീട്ടിത്തരാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ കുതറി ഓടൂല, എതിര് പ്രവർത്തിക്കൂല, അനുസരണക്കേട് കാണിക്കും. ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആവേശം നോക്കുകയാണ്. പടച്ചോനെ, ഇബ്രാഹിമിനെ പോലത്തെ ഒരു പിതാവ്, എന്റെ വാപ്പ ഒരു മൂർച്ചയുള്ള കത്തി കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറയാം, നീട്ടിത്താടാൻ കഴുത്തെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നമ്മളല്ലേ റമദാനിന്റെ ആവേശത്തിൽ, ഈത്തിക്കാഫിന്റെ ആവേശത്തിൽ ഞാൻ റെഡിയാ. വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. കത്തി കൊണ്ട് നിൽക്കുന്ന ഇബ്രാഹിമിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞങ്ങളെല്ലാം ഇസ്മായിലാകാൻ തയ്യാറാണ്. അതേസമയത്ത് കളിയുടെ തിരക്കിൽ, കളിയുടെ വെപ്രാളത്തിൽ ഒരട ഇതും കൊണ്ടൊന്ന് പോയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നിനക്ക് കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പീടിയെന്ന് ഈ സാധനം നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഈ കളിയുടെ തിരക്കിന്റെ ഇടയ്ക്ക്, ക്ലൈമാക്സിന്റെ ഇടയ്ക്ക് നിങ്ങളെ നോമ്പുറ സാമാനം വാങ്ങാനല്ലേ എനിക്ക് സമയം. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ സാധാരണ ഇത് അർത്ഥം വെക്കുമ്പോൾ പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ക്യാൻസർ പോലത്തെ മാരകമായ രോഗം ബാധിച്ച് കടന്നു പൊളയുന്ന മാതാപിതാക്കൾ
അവര് വേദന കൊണ്ട് പൊളയുകയും അവർക്ക് ആവശ്യമായ മരുന്നോ ശുശ്രൂഷയോ ഹോസ്പിറ്റലൊന്ന് കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ മക്കളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിനിപ്പോ എനിക്ക് സമയമില്ല, എനിക്ക് കുറെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വാപ്പാനെയും ഉമ്മാനെയും ചവിട്ടിത്തള്ളിയിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ, അവരാണ് നമ്മൾ ഇന്നത്തെ പുതിയ മക്കൾ. പുതിയ മക്കൾ അങ്ങനെ വാപ്പാക്ക് ഉമ്മാക്ക് അവരുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ പീടികന്ന് സാധനം വാങ്ങിക്കൊടുക്കുന്നത് പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാപ്പാക്ക് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് പോയിട്ട് വേദന കൊണ്ട് പോണം. ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് മരിക്കാൻ കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന ഉമ്മ, അവർക്ക് അവസാനമായ നിലയിൽ ഒരിറക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും പുതിയ തലമുറയിലെ മക്കൾ തയ്യാറാവുന്നില്ല. ഇത് ഞാൻ വെറുതെ സാഹിത്യം പറയുന്നതല്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ മധ്യസ്ഥത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയൂ, നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ പറയുന്ന കഥാപാത്രങ്ങളെ ഒരു പക്ഷേ ഞാൻ പേരുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിലും വേണമെങ്കിൽ ഞാൻ തൊട്ട് കാണിച്ചു തരാമെന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. എന്നാലും ഞാൻ പറയും, അല്ല ഞാൻ വെറുതെ പറയും. മരിക്കാൻ കിടക്കുന്ന ഉപ്പയുടെ മുമ്പിൽ അയാൾക്ക് അന്ത്യ ശുശ്രൂഷ നൽകുന്നതിന് പകരം അവന്റെ ചങ്ങാതിമാരോടൊപ്പം ഇങ്ങനെ മറ്റേ ലഹരിയിൽ ആർത്തട്ടഹസിച്ച് നടക്കുന്നവനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയും അവനെ ഇപ്പൊ നമ്മൾ പിടിച്ചു കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, ഖുർആൻ ഓതി കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്നത് ഞാനൊരു ഇസ്മായിലാകും. എപ്പം എന്റെ വാപ്പ ഇബ്രാഹിം ഒരു മൂർച്ചയുള്ള കയ്യിൽ കത്തി പിടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഇബ്രാഹിം ആവും, നമ്മൾ ഇബ്രാഹിം ആവും. അങ്ങനെ വരട്ടെ, അങ്ങനെ അറിയാം അല്ലേ? അങ്ങനെ വരട്ടെ. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ എന്ന് പറഞ്ഞ വചനം ഓതുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കണം, പറയാൻ ഭയങ്കര എളുപ്പമാണ്, വാദിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇളപ്പിളക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന്റെയും ആഗ്രഹത്തിന്റെയും താല്പര്യത്തിന്റെയും എതിരിൽ വാപ്പയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ അനുസരണ പ്രകടിപ്പിക്കാൻ, ഉമ്മയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ അനുസരണ പ്രകടിപ്പിക്കാൻ, അതിന്റെ പേരിൽ എനിക്ക് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും സാരമില്ലെന്ന് വിചാരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കണം. അവിടെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ലൈല മജ്നൂനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ കുറച്ച് കഥ പറയില്ല നല്ലതെന്ന് തോന്നി. ഇബ്രാഹിം നബിയുടെ കത്തിയുടെ കാര്യം പറഞ്ഞാൽ പിന്നെയും വയറ് കത്തലുണ്ടാവും. ലൈല മജ്നൂനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലൈലയെ പ്രേമിച്ചിരുന്ന ഒരു മജ്നൂൻ ഉണ്ടായിരുന്നു. ആ മജ്നൂനെ സംബന്ധിച്ചിട്ടുള്ള കഥകൾ വളരെ കുപ്രസിദ്ധമാണ്. ഉള്ളതാണോ ഇല്ലതാണോ എന്നൊന്നും ചോദിക്കരുത്, കുപ്രസിദ്ധമായ കഥകളാണ്. ലൈല ഭയങ്കര സൗന്ദര്യവതിയാണ്. ലൈലയെ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന മജ്നൂനിന്റെ പ്രണയം ഭയങ്കര കുപ്രസിദ്ധമാണ്. അങ്ങനെ ഇരിക്കെ നാട്ടിൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് മജ്നൂന്മാര് പ്രത്യക്ഷപ്പെട്ടു. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സ്വകാര്യമായിട്ട് അങ്ങനെ ലൈലയെ കൊണ്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. നമുക്ക് മണ്ടിയില്ല തിരിയുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, മനസ്സിലാവുന്നില്ല. ലൈല പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്വകാര്യമായ നിലയിൽ ഒരാൾക്ക് മാത്രം ലൈല പോയാൽ പറ്റൂല, ഞങ്ങൾക്കും വേണം എന്ന അവകാശവാദവുമായി നാട്ടിലെ വേറെ കുറെ ചെറുപ്പക്കാര് രംഗപ്രവേശനം ചെയ്തു. ഞാനാണ് ലൈലയുടെ ഒറിജിനൽ മജ്നൂൻ, ഞാനാണ് ലൈലയുടെ ഒറിജിനൽ പ്രണയിതാവ് എന്ന് വാദിച്ചു. അപ്പൊ ലൈലയെ കുറിച്ചിട്ട് പറയാറുള്ളത് അവള് വലിയ കുടുംബത്തിലെ രാജാവിന്റെ മകളാണെന്നാണ്. കഥയായതുകൊണ്ട് കഥയിൽ എന്തും പറയാലോ അല്ലെ? വലിയ രാജാവിന്റെ മകളാണ്. പ്രേമിക്കുന്ന മജ്നൂനാണെങ്കിൽ നാട്ടിലൊരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരന്റെ മോനാണ്. അതുകൊണ്ടാണ് വാപ്പ കെട്ടിച്ചു കൊടുക്കാത്തത്. അങ്ങനെയല്ല എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്നെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? എന്താ ഡോക്ടർ സാഹിബ് തിരിയുന്നില്ലേ? നേരെ തിരിച്ചാണെങ്കിൽ എന്നെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും. മോനെ പോയി കണ്ടുപിടിച്ചത് നല്ല സ്ഥലത്താണെന്ന് അറിയുമ്പോൾ പിന്നെ അവർക്ക് സന്തോഷം. നേരെ തിരിച്ച് സന്തോഷം കുറവുള്ളത് കൊണ്ടാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ഏതായിരുന്നാലും ഡ്യൂപ്ലിക്കേറ്റ് മജ്നൂന്മാര് കുറെ ആളുകൾ ഈ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞങ്ങളാണ് ഒറിജിനൽ മജ്നൂൻ എന്ന് പറഞ്ഞ് വാദങ്ങൾ ഉന്നയിച്ചു. ഞാനാണ് ഒറിജിനൽ മജ്നൂൻ. അങ്ങനെ ലൈല തഖ്തിന്റെ മേലെ കൂടെ നോക്കിയപ്പോ താഴെ കുറെ മജ്നൂന്മാര് നിൽക്കുന്നു. ഒരാളെയാണ് ഇതുവരെ ഞാൻ കണ്ടു, കുറെ മജ്നൂന്മാര്. അപ്പൊ അവരുടെ വൃത്തി അരികിൽ വന്നിട്ട് പറഞ്ഞു, യജമാനത്തി സംഗതി വഷളായിട്ടുണ്ട്. എന്താടോ? കുറെ ആളുകൾ വന്നിട്ട് ഞാനാ മജ്നൂൻ എന്ന് പറയുന്നു. അപ്പൊ ലൈല പറഞ്ഞു, അതിനൊരു പരിപാടിയുണ്ട്. ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു ലാബ് ടെസ്റ്റ് ഉണ്ട്. DNA ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, ലാബ് ടെസ്റ്റ്. ആ ടെസ്റ്റിന് ഞാൻ എഴുതി തരാം, അത് നടത്തിയാൽ മതി. എന്താ ടെസ്റ്റ്? അവര് അടുക്കളയിൽ നിന്നും മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വലിയൊരു പാത്രവും തയ്യാറാക്കി. എന്നിട്ട് വൃത്തിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം.
ആൺകുട്ടികളുണ്ടല്ലോ, മജ്നൂൻ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഈ ആണുങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെപ്രാളത്തോടുകൂടി പറയണം, നിങ്ങളുടെ ലൈല മരണാസന്നയായി കിടക്കുകയാണ്, നിങ്ങളുടെ ലൈല മരിക്കാൻ കിടക്കുകയാണ്. അവസാനമായി ലൈലയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവൾക്ക് ഒരു ബക്കറ്റ് ബ്ലഡ് കൊടുക്കണം, ഒരു ബക്കറ്റ് ബ്ലഡ് കൊടുക്കണം. അതുകൊണ്ട് ആരാണ് ബ്ലഡ് കൊടുക്കാൻ തയ്യാറുള്ളത്? എത്രയും വേഗം ബ്ലഡ് കൊടുത്താൽ ലൈലയുടെ ജീവൻ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ലൈല മരിച്ചു പോകും. അതുകൊണ്ട് ബ്ലഡ് വേണം, ബ്ലഡ് വേണം. ഒരു മൂർച്ചയുള്ള കത്തിയും ഒരു വലിയ പാത്രവും കൊണ്ട് ഈ വൃത്തി അവിടെ ചെന്ന് ഇങ്ങനെ വെപ്രാളം പറഞ്ഞപ്പോ കുറെ മജ്നുമാർ ഒരാൾ, ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ വന്നപ്പോ അങ്ങനെ തോന്നി പറഞ്ഞു പോയെന്നല്ല, 1 2 3 4 5 ഓരോരുത്തർ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ, വെറുതെ പറഞ്ഞു പോയതല്ലേ. ഒരാള് പുറകോട്ട് പോയി. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും അതുവരെ ആരും പരിഗണിക്കാതെ ഇങ്ങനെ ഭ്രാന്തനായി നടന്നിരുന്ന ഒരാള് ഈ വാർത്ത കേട്ടു, ലൈല മരിക്കാൻ കിടക്കുന്നു, അവൾക്ക് രക്തം വേണം എന്ന് കേട്ടപ്പോൾ അവൻ ചാടി മുമ്പോട്ട് വന്നു. എന്റെ ലൈല മരിക്കാൻ കിടക്കുന്നുണ്ടോ? രക്തം വേണമെന്നോ? എന്ത് രക്തമാണ് വേണ്ടത്? ഇതാ എന്റെ തുടയിൽ നിന്നുള്ള രക്തം വേണോ, അല്ല തോളിൽ നിന്നുള്ള രക്തം വേണോ? എല്ലാ രക്തത്തിനും വേണ്ട, ഞാൻ റെഡിയാണ്, മുറിച്ചെടുത്തോളൂ. എത്ര അന്നത്തെ കാലത്ത് സിറിഞ്ചിനകത്ത് വലിച്ചെടുക്കുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കത്തി കൊണ്ട് മുറിച്ചെടുത്തോളൂ. എന്റെ ലൈലയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എത്ര ബ്ലഡ് കൊടുക്കും എടുത്തു. അപ്പൊ മനസ്സിലായി, ഇവനാണ് യഥാർത്ഥ മജ്നൂൻ എന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പുത്രനെ കഴുത്തിൽ കത്തി വെച്ച് മുറിക്കണമെന്ന് കൽപ്പനയുണ്ടായപ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഞാനത് റെഡി. വാപ്പ പറയാം, വാപ്പ പടച്ചവന്റെ കൽപ്പനയാണെങ്കിൽ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ ഇനി നിങ്ങൾ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താ? അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണോ കൽപ്പന അപ്രകാരം അങ്ങ് പ്രവർത്തിച്ചോളൂ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കല്ലേ, പ്രസംഗിക്കല്ലേ, പ്രസംഗത്തിൽ പല കാര്യങ്ങളും പറയാം. അപ്പൊ നമ്മുടെ പരിധിയിൽപ്പെടാത്ത സംഗതിയാണെങ്കിൽ നമ്മള് വീതി ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരു കത്ത് തീർത്തോട്ടെ, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ പറയും, റഹ്മത്തുള്ളാഹി അല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകൾ ഒറ്റ റക്അത്തിൽ ഒരു കത്ത് തീർത്തോട്ടെ. നമ്മളിങ്ങനെ 30 ദിവസം കൊണ്ട് 23 റക്അത്തുകളിലായി ഒരു ഖത്ത് തീർക്കാൻ പടന്ന് പാടുപെടുക. അത് തീരാത്തത് കൊണ്ട് സുബഹിക്ക് കുറച്ച് ഓതുക, ഇശാക്ക് കുറച്ച് ഓതുക, ഇങ്ങനെ നമ്മൾ ഒപ്പിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒറ്റ റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഒറ്റക്കാലം നിന്നുകൊണ്ട് കൊതിശേക്ക് ഓതിയെങ്കിലും ഓതിക്കോട്ടെ, ഇമാം അബൂ ഹനീഫ രാത്രി ഓതിയെങ്കിലും ഓതിക്കോട്ടെ, നമ്മുടെ പണി. പക്ഷെ നമ്മൾ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പ്രസംഗം. പണ്ടൊരു പള്ളിയിൽ വെച്ച് തന്റെ കൂട്ടത്തിൽ വന്ന ആളുകളൊക്കെ കൂട്ടിയിരുത്തിയിട്ട് കുർബാന നടത്തി, പ്രസംഗം നടത്തി. എന്നിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ പറയിപ്പിച്ചു, പ്രതിജ്ഞ എടുപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം. ആയിക്കോട്ടെ, അച്ഛൻ പറയുന്നത് പോലെ കുഞ്ഞാടുകൾ പറയാൻ തയ്യാറായി. പറഞ്ഞു, എനിക്ക് 3 ഫ്ലാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2 ഫ്ലാറ്റ് ഞാൻ ദൈവമാർഗത്തിൽ ദൈവമക്കൾക്ക് സംഭാവന ചെയ്യുമായിരുന്നു. എല്ലാവരും ആവേശത്തോടുകൂടി പറഞ്ഞു, എനിക്ക് 3 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ 2 എണ്ണം ദൈവമക്കൾക്ക് ഞാൻ സമ്മാനമായി കൊടുക്കും. എനിക്ക് 3 കാറുണ്ടായിരുന്നെങ്കിൽ അതിൽ 2 എണ്ണം ഞാൻ ദൈവമക്കൾക്ക് കൊടുക്കും. എനിക്ക് 3 ലോറി ഉണ്ടായിരുന്നെങ്കിൽ 3 ലോറിയിൽ 2 എണ്ണം ഞാൻ ഇങ്ങനെ ദൈവമക്കൾക്ക് കൊടുക്കും എന്ന് പറയാം. അവസാനം എനിക്ക് 3 പശു ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും 2 എണ്ണം ഞാൻ ദൈവമക്കൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇയാൾ പിന്നെ മിണ്ടുന്നില്ല. അതുവരെ പറഞ്ഞാൽ മിണ്ടുന്നില്ല. എന്താണോ നീ മിണ്ടാത്തത് ചോദിച്ചപ്പോഴേ, എനിക്ക് ലോറി ഇല്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാമല്ലോ, ഞാൻ കൊടുക്കും. ഫ്ലാറ്റ് ഇല്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാൻ ഞാൻ കൊടുക്കും. പക്ഷേ പശു എനിക്കുണ്ട്, എന്റെ കയ്യിൽ ആകെയുള്ളത് പശു മാത്രമേ ഉള്ളൂ, അത് കൊടുക്കണമെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടില്ല. അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പതുക്കെ വകുപ്പ് മാറ്റും, അല്ലേ? സാഹിത്യം പറയും, ന്യായങ്ങൾ പറയും, പലതും പറയും. 2.5% കൊടുക്കണം, അല്ല 2.5%-നകത്ത് പിന്നെ ശതമാനത്തിന് വല്ല കിഴിവുണ്ടോ, അത് ആഭരണത്തിന് വേണോ, അണിയുന്നതിന് വേണോ, അണിയാത്തതിന് വേണോ, ലോക്കറിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ, പല ചോദ്യമല്ലേ പലതും ചോദിക്കാം. പിന്നെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറയും, കോടാനുകോടികളുടെ കണക്കനുസരിച്ചിട്ടൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താ കാരണം? നമ്മുടെ ഇല്ല. ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് എന്തും പറയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇന്നത്തെ ദിവസം ഓതി കേൾപ്പിച്ച വിശുദ്ധ വാക്യങ്ങളിലെ ചരിത്രം വളരെ ശ്രദ്ധേയമാണ്. വെറുതെ സ്വർഗം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്.
ഓരോ ദിവസവും ഓരോ സൂറത്തുകളിലൂടെയും ആയത്തുകളിലൂടെയും ഖുർആനിന്റെ വരികളിലൂടെ മാറി മാറി നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന ഈ ദിക്ർ ഉണ്ടല്ലോ, ഈ സ്മരണ, ഈ ഓർമ്മപ്പെടുത്തൽ, അത് വെറുതെ ചരിത്രം പറയല്ല, വെറുതെ സാഹിത്യം പറയല്ല, വെറുതെ കൂലി കിട്ടാൻ വേണ്ടി വേദവാക്യം പോലെ ഓതിക്കൽപ്പിക്കുകയുമല്ല, നമ്മുടെ ജീവിതം തിരുത്താനാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അതിന് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് നടന്നുപോയ മഹാത്മാക്കൾ ചെയ്ത ത്യാഗങ്ങളുടെ പിന്നിൽ നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ ത്യാഗം ചെയ്യണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ചെറിയ ചെറിയ അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് കിട്ടി. അള്ളാഹു ഇതൊക്കെ കബൂലാക്കുമാറാകട്ടെ. ഈ അവസാനത്തെ നാളുകളിൽ, ഇനിയുള്ള രാത്രികളിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഉണർന്നിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം. വെറും നിസ്കാരത്തിലല്ല, നോമ്പുടിക്കുന്നതിലല്ല, ഖിയാമുൽ ലൈലിലല്ല, ഇത്തികാഫിലല്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് അപ്പനെ അനുസരിക്കണം, ഉമ്മാനെ അനുസരിക്കണം, ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, ഭർത്താവിനെ അനുസരിക്കണം. ഇതൊക്കെ വേണം. നിസ്കരിച്ചോളാം, നോമ്പെടുത്തോളാം, ഇത്തികാഫിരുന്നോളാം, പക്ഷെ ഉമ്മാനെ പാപ്പനെ അനുസരിക്കാൻ പറ്റൂല എന്നുള്ള മനോഭാവം പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളും മാറി മാറി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അധികമായി ഓതണം, ഖുർആൻ അധികമായി പഠിക്കണം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും എത്ര രസകരമായിട്ടാണ് അള്ളാഹു നമുക്ക് സദുപദേശം നൽകുന്നത്. ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ ഓതണം. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അവിടുത്തെ തിരുചര്യകളും നന്നായി പഠിക്കാൻ ശ്രമിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. രാത്രി ഹയാത്താക്കണം. ഹയാത്താക്കുമ്പോൾ പരമാവധി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ എല്ലാവരും കാര്യമായി ദുആ ചെയ്യണം, അധികമായി ദുആ ചെയ്യണം, ഒറ്റയ്ക്ക് കൂട്ടായിട്ടൊക്കെ ദുആ ചെയ്യണം. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല സാധുക്കളായ നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾക്കൊക്കെ അള്ളാഹു ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകളിൽ എവിടെയെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു തആല അതൊക്കെ മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ആഫിയത്തും സിഹത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ